Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വല്ലം ഫൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ച മുതൽ 26 ഞായറാഴ്ച വരെ. എട്ടാമിടം 1, 2 തീയതികളിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു. യൂദാപുരം ഊട്ടുതിരുനാളിന് ഇനി 9 ദിനങ്ങൾ മാത്രം. ജനലക്ഷങ്ങളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്കമാലി. ഒരുക്കങ്ങൾ വിലയിരുത്താൻ റോജി എം ജോൺ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. റോജി എം ജോൺ MLAക്കൊപ്പം യൂദാപുരം പള്ളി സഹവികാരി ഫാദർ എബി ഫ്രാൻസിസ്, താബോർ പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ മർട്ടൻ ഡിസിൽവ, തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാലി വിൽസൺ, MS ശ്രീകാന്ത്, ആലുവ തഹസിൽദാർ ഡിക്സി ഫ്രാൻസിസ്, ഊട്ടുതിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ജോസ് മൈപ്പാൻ, OG കിഷോർ, ഹർബർട്ട് ജെയിംസ്, കിഷോർ പാപ്പാളി, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, സ്വകാര്യ ബസ്, KSRTC, KSEB, ആരോഗ്യം, വാട്ടർ അതോറിറ്റി, ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പ് പ്രതിനിധികൾ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഓരോ വർഷം കഴിയുന്തോറും യൂദാപുരത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയതിനപ്പുറത്തുള്ള വിശ്വാസികളുടെ പങ്കാളിത്തം യൂദാപുരം കൂട്ടുകാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ തിരുനാളിന്റെ ക്രമമാണ്, അല്ലെങ്കിൽ ഷെഡ്യൂളാണ് നമുക്കുള്ളത്. അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത് തിരുനാൾ ദിനങ്ങളിൽ ഉണ്ടാകുന്ന തിരക്കുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് പ്രധാനമായും കൂട്ടുകാഴ്ചയുടെ ദിവസം, അതായത് ഒക്ടോബർ 30-ാം തീയതിയാണ് ഈ കൂട്ടുകാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ അങ്കമാലി ടൗണിലും അതുപോലെ തന്നെ അങ്കമാലി മഞ്ഞപ്പുറം റോഡിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഗതാഗതത്തിന്റെ പ്രശ്നവും, അതുപോലെ തന്നെ അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ഇതിൽ പങ്കെടുത്ത് പോകുവാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ എല്ലാ വർഷവും ഇവിടെ ഇരിക്കുന്ന പല ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളും, ഇപ്പോ തഹസിൽദാരുണ്ട്, അതുപോലെ തന്നെ പല പോലീസ് ഉണ്ട്, മോട്ടോർ വാഹന വകുപ്പുണ്ട്, KSEB, വാട്ടർ അതോറിറ്റി, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ PWDക്ക് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോ ബസ് പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ക്രമീകരണങ്ങൾ ഏറ്റവും ഭംഗിയായി ഏർപ്പെടുത്തി ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ, പ്രയാസം കൂടാതെ പരമാവധി ആളുകൾക്ക് അവിടെ എത്തിച്ചേരാനും ഈ ഊട്ടുനേർച്ചയിൽ സംബന്ധിച്ച് തിരിച്ചു പോകാനായിട്ടുള്ളൊരു ക്രമീകരണം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ യോഗം ചേർന്നത്. അപ്പോ ജോസേട്ടൻ പറഞ്ഞു നമുക്ക് അടുത്തേക്ക് കിടക്കാം. നമുക്ക് അച്ഛനൊരു വാക്ക് സംസാരിച്ചതിന് ശേഷം നമുക്ക് മറ്റേ ചർച്ചയിലേക്ക് നമുക്ക് കിടക്കാം. സർക്കാർ ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, വളരെ വലിയൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി സേവനം ചെയ്യുന്നു. ജനങ്ങൾ ധാരാളമായി ഒത്തുചേരുന്ന വിശ്വാസികളാണ്. എന്നാൽ അവർ സാധാരണ മനുഷ്യരാണ്. അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പള്ളിയിൽ നിന്ന് കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള, അതുപോലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഒത്തുചേർന്നുള്ള പ്രവർത്തനമായിരിക്കും വളരെ സമാധാനപൂർവ്വം. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ 10:30 മണിക്കാണ് അഭിമന്യ പിതാവ് ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്ത വന്ന് നേർച്ച സദ്യയുടെ ഉദ്ഘാടനം. അതിനുശേഷം തുടർന്ന് രാത്രി 10 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കുർബാനയും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇടവേളകളിലും ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ഭക്ഷണം നമ്മൾ നേർച്ച ചെയ്യുന്നുണ്ട്. നേർച്ച ഭക്ഷണം വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ വലിയ ഒരു ജനാവലി നമ്മൾ പ്രതീക്ഷിക്കുന്നു, വിശ്വാസ സമൂഹത്തെ പ്രതീക്ഷിക്കുന്നു, ജാതി മനസ്സിൽ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ഈ എല്ലാ സഹകരണവും ഇത്രയും വർഷങ്ങളോളം ഉണ്ടായിരുന്നു. 25 വർഷം കഴിഞ്ഞ ജൂബിലി ആവശ്യം 26ാമത്തെ വർഷമാണ്. അപ്പോൾ കൂടുതൽ പ്രവർത്തിക്കാനും ചേർന്ന് പ്രവർത്തിക്കാനും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്ക് തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. 26-ാം തീയതി കൊടിയേറുന്നു, 30-ാം തീയതി തിരുനാൾ ആഘോഷിക്കുന്നു.
അപ്പൊ നമ്മുടെ തുറവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ ആശാ പ്രവർത്തകരും HI ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ തെളിയാതെ എടുക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ എല്ലാം മെയിൻ്റെനൻസ് ചെയ്ത് എല്ലാ സഹകരണത്തോടും കൂടി തന്നെ തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഒപ്പം ഉണ്ടാവുന്നു മാത്രം പറഞ്ഞുകൊണ്ട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ വരെ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സേവനങ്ങൾക്ക് തീർച്ചയായും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ശ്രീദാസ്ഹയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വിഭാവനങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സിദ്ധിയുടെ ആവശ്യങ്ങൾക്കായിട്ട് മന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ചകളുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആയിരിക്കാൻ സാധിക്കാൻ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്നേനെ. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങൾ തിരുനാളിൻ്റെതായിട്ടുള്ള ഏറ്റവും അടുത്ത ദിവസങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒക്ടോബർ 30-ാം തീയതിയാണ് അച്ഛൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും പറഞ്ഞു. ഒക്ടോബർ 30-ാം തീയതിയാണ് തിരുനാള്. ബഹുമാനപ്പെട്ട കളത്തിപ്പറമ്പിൽ പിതാവാണ്, ആർച്ച് ബിഷപ്പ് കളത്തിപ്പറമ്പിൽ പിതാവാണ് ലഞ്ച് സദ്യ ആശീർവദിക്കുന്നത്. 10 മുതൽ ലഞ്ച് സദ്യ കൊടുത്തു തുടങ്ങും. രാത്രി വൈകി 10 മണിക്ക് ശേഷവും ആളുകൾ ഒരുപാട് പേര് ഈ ലഞ്ച് സദ്യക്കായിട്ട് കടന്നു വരും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ജാതി മത ഭേദമന്യേ ഒത്തിരി വിശ്വാസികൾ കടന്നു വരുന്ന ഒരു ദേവാലയമാണ് യൂദാപുരം സെയിന്റ് ജൂഡ് ഷ്രൈൻ. വർഷങ്ങളായി നടത്തി വരുന്ന ഈ ഊട്ടുതിരുനാളിന് കഴിഞ്ഞ കൊല്ലം 2.5 ലക്ഷത്തിലേറെ പേര് പങ്കെടുത്തു. കൊല്ലം അതിലും കൂടുതൽ ആളുകളെയാണ് ഈ കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 3 ലക്ഷവും അതിലധികവും ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒത്തിരി തിരക്കുകൾ ഉണ്ടാകാനായിട്ട് സാധ്യത. അതും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഒത്തിരി ജനങ്ങൾ കടന്നു വരുന്ന ഒരു തിരുനാളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാവിധ സേവനങ്ങൾക്കും സഹകരണങ്ങൾക്കും. ഒരു ദേശത്തിന്റെ ആഘോഷം പോലെ തന്നെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങളുടെ ദേവാലയത്തിന് നടത്തി വരുന്നത്. വികാരിയച്ഛന്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. തിരുനാളിന്റെ ഒരുക്കം കഴിഞ്ഞ വർഷം മുതൽ തന്നെ നമ്മൾ ആരംഭിച്ചു. ഒരു തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ അടുത്ത തിരുനാളിന്റെ ആഘോഷങ്ങളും ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇടവകളിലെ എല്ലാ ഭവനങ്ങളും ആശീർവദിച്ചു. അതുപോലെ തന്നെ അതിൽ പിന്നെ വിശ്വാസ പ്രഘോഷണ തിരുനാൾ വിളംബര വിശ്വാസ പ്രഘോഷണ റാലി ഇടവകയിൽ സംഘടിപ്പിച്ചു. പല ഭാഗങ്ങളിലേക്കായിട്ട് 500-ലധികം ഇടവക ജനങ്ങൾ അതിൽ ബൈക്ക് റാലിയിൽ പങ്കെടുത്തു. ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ഒരു ദേവാലയമാണ് ഈ ഒരു തിരുനാളിനോടനുബന്ധിച്ച് സാധാരണയിൽ കൂടുതലായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകാനായിട്ട് ഈ ഒരു വർഷം സാധിച്ചു എന്നുള്ളത് ദൈവിക അനുഗ്രഹമായിട്ട് കരുതുന്നു. അത്രയും സജ്ജീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസികളുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനായിട്ട് 20ഓളം പ്ലോട്ടുകൾ ഇപ്പോഴേ സജ്ജമാക്കി കഴിഞ്ഞു. ഇനിയും ഒരുപാട് പേര് പല സ്ഥലങ്ങൾ പാർക്കിങ്ങിനായിട്ടൊക്കെ നൽകിയേക്കാം. അപ്പോൾ അതിന്റെ ആവശ്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവരെയും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഈ ഒരു തിരുനാളിനും കൂടെ ഉണ്ടാകണമെന്ന് ആവശ്യമുണ്ട്. എനിക്കത് അറിയാമെന്ന് തോന്നുന്നു അല്ലെ. നമ്മൾ ഇവിടുന്നുള്ള വാഹനങ്ങള് മഞ്ഞപ്പുറ റോട്ടിൽ കൂടെ വരുന്ന വാഹനങ്ങൾ, നമ്മൾ വലിയ വാഹനങ്ങളൊക്കെ നമ്മൾ കുറെ ചന്ദ്രപുരയിൽ നിന്ന് തന്നെ തിരിച്ചുവിടും. ടോറസ്, വലിയ വണ്ടികൾ അങ്ങനെയുള്ള എല്ലാം അവിടെ നിന്ന് തന്നെ തിരിച്ചുവിടും. പിന്നെ കുറെ വണ്ടികൾ നമ്മൾ തുറവൂരിൽ നിന്ന് നമ്മൾ തിരിച്ചുവിടും. പിന്നെ ബാക്കി വാഹനങ്ങൾ നമ്മൾ കിടങ്ങൂരിന്ന് നമ്മൾ തിരിച്ചുവിടുകയാണ്. കിടങ്ങൂരിൽ നിന്ന് ഇപ്പൊ ആ റോഡ് തന്നെ കിടങ്ങൂർ കപ്പേളയിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് വിടുകയാണ്. 2 സ്ഥലത്തേക്കും വിടും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാനുള്ള മൂക്കനൂർക്കും പോവാം. അങ്കമാലിക്കുള്ള വാഹനങ്ങൾ ഈ ബാംഗ്ലൂർ കിടങ്ങൂർ റോഡ് വഴി തിരിച്ചുവിടുകയാണ്. അതുപോലെ ഇവിടുന്നുള്ള വാഹനം ഇവിടെ നമ്മൾ ഗതാഗത നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്താറുണ്ട്. അങ്കമാലി മഞ്ഞപ്പുറ റോഡിലേക്ക് നമ്മൾ വാഹനങ്ങൾ ഇവിടെ തുടങ്ങി നമ്മൾ നിയന്ത്രിക്കാറുണ്ട്. പ്രധാനമായിട്ടും വരുന്നൊരു പ്രശ്നം അതാണ്. പിന്നെ നമ്മൾ ഈ ഏരിയയിൽ മുഴുവനും പാർക്കിംഗ് എല്ലാം തലേദിവസം തുടങ്ങി വൈകിട്ട് തുടങ്ങി തന്നെ ബ്ലോക്ക് ചെയ്യും. ടി ബി ജംഗ്ഷൻ മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാത്ത രീതിയിൽ അവിടെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തണം. അവിടെ റോഡ് സൈഡിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മൾ അവിടേക്ക് വിടുന്നത് നിങ്ങളുടെ ബസ്സുകൾ പോകാറുണ്ടല്ലേ? ബസ് മാത്രമേ വിടാറുള്ളൂ അങ്ങോട്ടേക്ക്. ഈ പ്രൈവറ്റ് ബസ്സുകൾ സർവീസസ് പ്രത്യേകമായിട്ട് സർവീസുകൾ നടക്കും. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നിങ്ങൾ അവിടെ പോയാൽ തിരിച്ചു വരുന്നത് മഞ്ഞപ്പുറ അങ്കമാലി സർവീസാണ് നമ്മൾ നടത്താറ്. 2 സൈഡിലേക്കും പോകുന്നുണ്ടല്ലോ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്.
തിരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ബസ്സുകൾ KSRTCയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും മാത്രമാണ് നമ്മൾ ഈ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് വിടാറുള്ളൂ. ഈ റൂട്ടിൽ, അതായത് കടങ്ങൂരിൽ അതായത് TB ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് കടങ്ങൂർ സൈഡിലേക്ക് നമ്മൾ അത്രയും വാഹനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാറുള്ളൂ. ഇല്ല, അങ്ങനെയല്ലേ ക്രമീകരണം ചെയ്യാൻ ആ ദിവസം രാവിലെ തുടങ്ങി. കാരണം ഇത് ഇത്തവണ രാവിലെ മുതൽ നല്ല തിരക്ക് പ്രതീക്ഷിക്കണം. കാരണം ഈ വൈകുന്നേരങ്ങളിൽ മഴയുള്ളതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ രാവിലെ സമയത്ത് കൂടുതൽ ആളുകൾ വരാൻ സാധ്യത വെച്ചുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ മഴ, ഈ എല്ലാ ദിവസവും മഴ നിന്ന് ചെയ്തോണ്ടിരിക്കുകയാണ്. വൈകുന്നേരം അതുകൊണ്ട് ആളുകൾ ചിലപ്പോൾ കൂടുതലും വരും. പക്ഷെ മഴയാണെങ്കിലും ആളുകൾ വരവൊക്കെ നന്നായിട്ടുണ്ടാവും. വൈകുന്നേരമായപ്പോൾ രാത്രിയിലും ഒക്കെ ആളുകൾ വരും. നമ്മളെല്ലാ വർഷവും കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ട്രാഫിക്കിന്റെ കാര്യത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ടീമിനെ ഇടാണ്. എന്താ ചെയ്യുന്നത് കൂടി പറയാം, എന്താ ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. അതുകൂടെ വേണം. മാക്സിമം ട്രാഫിക് ബ്ലോക്കിൽ അതേപോലെ ഡൈവേഷന്റെ കാര്യങ്ങൾ നോക്കി ചെയ്യാൻ പാകത്തിൽ ഒരുമിച്ച് ചെയ്യാമെന്ന് തന്നെ. വാർഡന്മാരുടെ കാര്യമൊന്നും വാർഡന്മാരെ നമുക്ക് ഇവരെ കുറെ വോളണ്ടിയേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ, വോളണ്ടിയേഴ്സ് സെക്യൂരിറ്റിക്കാരുണ്ട്. ഞാനൊന്ന് SK ആയിട്ട് സംസാരിക്കാം. SK ആയിട്ട് സംസാരിച്ച് നമുക്ക് പോലീസും പിന്നെ ഇവര് നമ്മുടെ സിവിൽ ഡിഫൻസിന്റെ ആളുകളൊക്കെ ഉണ്ടാവും. അവർ വന്നില്ല, ഫയർഫോഴ്സ് തന്നെ നിർത്തി. അപ്പൊ സിവിൽ ഡിഫൻസിന്റെ ആളുണ്ടാവും. അത് അവരോട് അവരെ ഏർപ്പെടാക്കാം. പിന്നെ ഇവിടുന്നുള്ള വോളണ്ടിയേഴ്സിനെ നിങ്ങൾ കൂടെ ഇവിടെ വാർഡൻ പ്ലസ് വോളണ്ടിയർ ആകും. ഡൈവേഷന്റെ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ബാക്കി നമുക്കായിട്ട് പറയുന്നത് CCTVയുടെ കാര്യങ്ങളൊക്കെയാണ്. ഏരിയ കംപ്ലീറ്റ് CCTV കവറേഡാണ്. അതെല്ലാം സംസാരിക്കാൻ മാത്രമേ ഈ കഴിഞ്ഞ കന്യാകുമാരി പെരുന്നാളൊക്കെ ആയിരുന്നു നമ്മുടെ പോകണ്ടായ സംഭവം. ഈ ടിപ്പോക്തിയും മറ്റേ മാലവടി കാര്യങ്ങൾ. അപ്പൊ നമ്മൾ കുറച്ച് ഫോക്കസ് അറേഞ്ച് ചെയ്ത് തരാം. ഞങ്ങളെ കുറിച്ച് സഹായിക്കുക. അപ്പൊ ഒരുമിച്ച് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ അനൗൺസ്മെന്റ് സൂക്ഷിക്കാൻ ട്രാഫിക്കിന്റെ കാര്യത്തിലേക്ക് സാധനം ചെയ്തു. ട്രാഫിക്കിനെ സാധാരണ നമ്മള് ഒരു ഇത് ചെയ്യാറുണ്ട്. അതായത് ഇവരുടെ വോളണ്ടിയേഴ്സും വാർഡന്മാരും ഈ സിവിൽ ഡിഫൻസിന്റെ ആളുകളും ഫയർഫോഴ്സിന്റെ ആളുകളും ഫയർഫോഴ്സും നിങ്ങൾ കൂടെ കൂട്ടിയിട്ടൊന്നും അവര് തലേദിവസം ഒരു ബ്രീഫിംഗ് ചെയ്യാറുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഡിപ്ലോയ് ചെയ്യാം. അപ്പൊ അവരെ എപ്പോഴാണ് ഒരു തലേദിവസം ഒരു സമയമായിട്ട് അപ്പൊ ഒരു മീറ്റിംഗ് വെച്ച് ആ റൂട്ടും ഡൈവേർഷനും കാര്യങ്ങളൊക്കെ പാർക്കിംഗ് ഇവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. പാർക്കിംഗ് ഇവർ ഐഡന്റിഫൈ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം പാർക്കിംഗ് ബോർഡെല്ലാം സ്ഥാപിക്കും. അതൊക്കെ പള്ളിയുടെ ഭാഗത്ത് ചെയ്യാറുണ്ട്. അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ തലേദിവസം ഒന്ന് ഒരു ടൈം നിശ്ചയിച്ചു കേട്ടോ. നിങ്ങൾ ടൈം നിശ്ചയിച്ചിട്ട് പോലീസും ഫയർഫോഴ്സും നിങ്ങൾ മോട്ടോർ നിങ്ങളെല്ലാം കൂടെ കൂടി ഒന്ന് ആ ഒരു ഇത് കൊടുത്താൽ മതി. അവർക്കൊരു ഡയറക്ഷൻ ക്രമീകരണം കൊടുത്താൽ മതി. തലേദിവസം ട്രാഫിക്കും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. തലേദിവസം തന്നെ നമുക്ക് ഇവിടുന്ന് ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ പലരും യുവാൻ കൊണ്ടിരിക്കും. വെളുപ്പിനെ കൊണ്ടിട്ട് ഈ സൈഡിലേക്ക് കൊണ്ട് കൊണ്ടിരിക്കും ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പൊ അതൊന്നും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. നമ്മൾ തുറവൂരിൽ തന്നെ അവിടെ തിരിച്ചു വിടും. കാരണം കിടങ്ങൂരേക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. ആ വഴി വലിയ വണ്ടികൾ പോകാൻ പ്രയാസമാണ്. നമ്മുടെ വേങ്ങൂർ കിടങ്ങൂർ റോഡ് വഴി വലിയ വാഹനങ്ങൾ പോയാൽ ബ്ലോക്കാവും. അപ്പൊ തുറവൂരിൽ തന്നെ മഞ്ഞപ്പുറയിൽ തന്നെ തിരിച്ചുവിടാനാണ് പതിവ്. അതുപോലെ ഇവിടുന്നും തിരിച്ചുവിടും. കാരണം ഇപ്പൊ വണ്ടികൾ അവിടുന്ന് വരവ് കുറവാണ്. പുറമേ നിന്ന് കല്ലിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്ന വണ്ടികളാണ്. അപ്പൊ ഇവിടുന്ന് തന്നെ നമ്മൾ തിരിച്ചു വിടാറുണ്ട്. കാലടി വഴി മറ്റൊരു വഴി അങ്ങനെ വിടാറ്. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആകെ നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത് TB ജംഗ്ഷനിൽ ഈ ബസ്സുകളിൽ നിന്ന് പെരുമ്പാവൂർ സൈഡിൽ നിന്ന് വരുന്ന ബസ്സുകളിൽ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷകൾ ഇങ്ങനെ വലം വെച്ച് ട്രിപ്പ് അടിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത. ഈ വണ്ടികൾ യാത്രക്കാരെ കൊണ്ടുവരുന്ന വണ്ടികളല്ല. ഇവിടുന്ന് TB ജംഗ്ഷൻ ടു യൂദാപുരം പള്ളി വരെ ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നത്. അവർ എവിടെ കണ്ടാലും ചവിട്ടും. അങ്ങനെയാണ് ഫ്ലോ പോണത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടേക്കുന്ന ഒരേ ഒരു അപാകത അതാണ്. മറ്റുള്ള കാര്യങ്ങളിലൊന്നും വേറെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കുക. കാരണം ഓട്ടോറിക്ഷ ഇങ്ങനെ ഇവിടെ കിടന്ന് കുറെ വണ്ടികൾ ഇതിനു വേണ്ടി മാത്രം വരും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ബാക്കി നമ്മുടെ ഭാഗത്തുനിന്നുള്ള പൂർണ്ണ സഹകരണമുണ്ട്. ഇവിടെ പോലീസിന്റെ സാന്നിധ്യം ഫുൾ ടൈം ഉണ്ട്. ടി ബി ജംഗ്ഷനാണ് ഇതിന്റെ ഏറ്റവും മെയിൻ പ്രശ്നം വരുന്നത്. ഇവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം കൺട്രോൾ പോകണം. അപ്പൊ ഇവിടെ സാന്നിധ്യം ഉണ്ടാവണം. പ്രോപ്പറായിട്ട് ആരെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവണം. പാടന്മാര് മാത്രം പോരാ, നിങ്ങൾ ഉണ്ടാവണം. അപ്പോഴേ ഈ ഇഷ്യൂ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ക്ലിയർ ആയി പോയാൽ പിന്നെ അങ്ങോട്ട് പ്രശ്നമില്ല. പിന്നെ കടമ്പൂർ ജംഗ്ഷനിലാണ് അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ രണ്ട് പേപ്പർ നമ്മുടെ സ്റ്റോക്ക് റെഡിയിൽ നിർത്തും. ഈ കേസ് ഇമ്മീഡിയറ്റ് സ്വിച്ച് ഓൺ ചെയ്യണം. ഓഫീസിൽ അഡീഷണൽ ഡ്യൂട്ടി ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൾറെഡി മാറ്റി കഴിയും. ഏരിയ കംപ്ലീറ്റ് ഒരു വാട്ടർ അതോറിറ്റി ഇവിടെ ഇത് കോർഡിനേഷൻ നിങ്ങൾ ചെയ്യലായിരിക്കും. ഹെൽത്തിന്റെ നിങ്ങളല്ല ചെയ്യുന്നത്. എന്താണ് നമ്മള് വാട്ടർ സാമ്പിൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ശനിയാഴ്ചത്തേക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടും. മെഡിക്കൽ ടീമിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫിനെ എല്ലാവരും ബ്ലോക്കിലെ മൊത്തം സ്റ്റാഫിനെ എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് നമ്മൾ മെഡിക്കൽ ടീമിനെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവില്ലേ? ഉണ്ട് സാർ. നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവണം. ആംബുലൻസോ വിടപെടി ആ വർക്കെല്ലാം തീരൂലേ? സ്ലാബിട്ട് തീരൂലേ? അത് പിന്നെ ഈ ആഴ്ച തീർക്കണം. അവിടെ ഇട്ടിരുന്ന GSB ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ആ സൈഡിലൊക്കെ ഇട്ടിരുന്ന GSB ഒക്കെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ഓൾറെഡി GSB നമ്മൾ ഇട്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. സ്ലാബ് കംപ്ലീറ്റ് മൂന്നാല് പാർക്കിംഗ് ഓൾറെഡി ഇവര് പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ പാർക്കിങ്ങിനുള്ള സ്ഥലത്ത് എൻട്രൻസ് എല്ലാം അതൊന്ന് പൂർത്തീകരിച്ചാൽ ഗാന്ധികാവിൽ വരെ ഒന്ന് സ്ലാബിടാനായിട്ടുള്ളൊരു ശ്രമം നടത്താം. എന്നാലും ആൾക്കാർക്ക് ഒന്ന് പോകാൻ പറ്റുള്ളൂ. അത് മുഴുവനായിട്ട് സ്ലാബ് ഉണ്ടാവില്ല. പാർക്കിംഗ് ഏരിയ ഇപ്പൊ പള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയ ഉള്ളൂ. ഇതിനകത്ത് ഫണ്ടായിട്ടില്ല. ഇതൊരു മെയിൻ്റനൻസിനുള്ള ഫണ്ടെടുത്ത് ഇത് ചെയ്താണ്. അപ്പോ അത് മൊത്തത്തോടെ ഇടാനായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ ഉള്ള ഭാഗം എന്തായാലും ഈ 25-ാം തീയതിക്ക് മുമ്പേ 25-ാം തീയതിക്ക് മുമ്പ് ഈ ആഴ്ച വെള്ളിയാഴ്ച മുതലായിട്ട് തീർക്കണം. പിന്നെ അവിടെ കാരണം 26-ാം തീയതി തുടങ്ങിയൊക്കെ നല്ല തിരക്കാവും. ഈ വ്യാഴാഴ്ചയൊക്കെ നല്ല തിരക്കുണ്ടാവും. അപ്പൊ അതിന് മുമ്പ് തീർക്കാനെല്ലാം പണി തീർത്ത് അവിടെ ക്ലിയർ ചെയ്യാൻ പറയണം. സൈറ്റിൽ ക്ലിയർ ചെയ്യാൻ പറയണം. കഴിഞ്ഞ എല്ലാ തവണത്തെയും പോലെ ഈ തവണയും 26-ാം തീയതി ഒക്ടോബർ 26 മുതൽ നടക്കുന്ന നമ്മുടെ തിരുനാളിന് എല്ലാ ആശംസകളും നേരുന്നു. റവന്യൂവിന്റെ ഭാഗത്തിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. അങ്കമാലി വില്ലേജിന്റെ തൊട്ടടുത്ത് പറവൂർ വില്ലേജ് ഓഫീസിന്റെ അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളും താലൂക്കിൽ നിന്നുള്ള അംഗങ്ങളും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാനും എന്ത് സഹായത്തിനും റെഡിയായിരിക്കും എന്ന കാര്യം ഓർമ്മ. നന്ദി. നമ്മൾ അഡീഷണൽ വണ്ടികൾ ഇട്ടുണ്ടോ? അങ്കമാലി മഞ്ഞപ്പുറ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എടുത്തോട്ടോ. നമ്മള് സാധാരണ ചില വർഷങ്ങളിലൊക്കെ നമ്മള് ചാലക്കുടി ആലുവ വണ്ടി ഇടാറുണ്ട്. ഇങ്ങോട്ട് ഇഷ്ടംപോലെ ആള് വരും. KSRTC സാധാരണ എല്ലാ വർഷവും പെരുമ്പാവൂര്, ആലുവ, ചാലക്കുടി ഭാഗങ്ങളിൽ നിന്ന് അഡീഷണൽ വാഹനങ്ങളുടെ വണ്ടി ഇടാറുണ്ട്. അതിന്റെ ഗുണം KSRTCക്ക് ഉണ്ട്. കാരണം നല്ല ജനം വരും. അപ്പൊ നേരെ യൂദാപുരം പള്ളിയിൽ നിന്ന് യൂദാപുരം എന്ന് പറഞ്ഞ് വെച്ച് വന്നു കഴിഞ്ഞാൽ
അതെ, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് സൗകര്യമാണ്. ഇനി പള്ളി എന്ന് പറഞ്ഞ് കൊടുത്താൽ വണ്ടികൾ അവരായിട്ട് തിരിക്കാൻ പറ്റില്ല. വണ്ടി തിരിക്കുന്നത് പോയി മഞ്ഞപ്പുറം പോയിട്ടേ തിരിച്ചു വരാവുള്ളൂ. ആ രീതിക്ക് ക്രമീകരിക്കാൻ പറ്റും. ഏത് വണ്ടിയായി അതേ കപ്പേള ജംഗ്ഷനിലെ ഇടക്കൂർ കപ്പേള ജംഗ്ഷനിലോ അല്ല ആളുണ്ടാവും, മഞ്ഞപ്പുറയ്ക്ക് ആളുണ്ടാവും. നിങ്ങൾ അവിടെ കപ്പേള ജംഗ്ഷൻ തിരിക്കേണ്ട, അവിടെ തിരിച്ചാൽ ബ്ലോക്കാവും. കപ്പേള ജംഗ്ഷൻ തിരിക്കരുത്, നിങ്ങൾ മഞ്ഞപ്പുറയ്ക്ക് വെട്ടിയിട്ടൂടാ. കാരണം അങ്ങോട്ട് ഇഷ്ടംപോലെ ജനം ഉണ്ടാവും, മഞ്ഞപ്പുറയ്ക്കും തിരിച്ചുണ്ടാവും. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ കൂടാറുണ്ട്. എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാറുണ്ട്. ഈ കണ്ട കാലം ഈ നാളുകളിൽ അത്രയും വലിയ പോരായ്മകളൊന്നും കൂടാതെ ആളുകൾ സന്തോഷമായിട്ട് തന്നെ വന്ന് തിരിച്ചു പോകുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തവണയും നമുക്ക് ഒരു പോരായ്മയും കൂടാതെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പെരുന്നാൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാവണം എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. ഞങ്ങളൊക്കെ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ഫുൾ ടൈം അവിടെ ഉണ്ടാവും. എന്തെങ്കിലും പോരായ്മ ആർക്കെങ്കിലും എവിടെയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടാൽ, ഇപ്പോൾ ആളുകൾ വരുന്ന സ്ഥലമാണ്, അത്രയും പബ്ലിക് ഉണ്ടാവും, തിരക്കായിരിക്കും. എന്തെങ്കിലും ആവശ്യം ഏത് ഡിപ്പാർട്ട്മെന്റായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ ഞങ്ങളെ ഉൾപ്പെടെ എന്നെ വിളിക്കേണ്ടവർക്ക് എന്നെ വിളിക്കാം. ഇവിടെ ചെയർമാൻ ഇതിന്റെ കൺവീനറും ഒക്കെ ഉണ്ട്, അച്ഛന്മാരുണ്ട്, മെമ്പർമാരുടെ പഞ്ചായത്തൊക്കെ ഉണ്ട്. ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. കാരണം ഞങ്ങളൊക്കെ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് അറിയിച്ചാൽ നമുക്ക് അതൊക്കെ അപ്പം തന്നെ പരിഹരിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ഏറ്റവും ഭംഗിയായി പെരുന്നാൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് യോഗം അവസാനിപ്പിക്കുന്നതിന് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ കിഷോർ വിജേഷ് നമുക്കറിയാം നമ്മുടെ പെരുന്നാള് അത് നേരത്തെ നേരിട്ടറിയും കണ്ടിട്ടുള്ളതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം ചെല്ലുന്തോറും MLA പറഞ്ഞ മാതിരി ആളുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഏകദേശം നമ്മൾ 3 ലക്ഷം പേര് ഇത്തവണ പങ്കെടുക്കുന്നതാണ് നമ്മൾ കണക്കൂട്ടുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ MLA അടക്കം, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് കൗൺസിലർമാർ, വാർഡ് മെമ്പർമാർ, അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് നമുക്ക് നല്ല രീതിയിൽ ആളുകൾക്ക് വരാനും ഇവിടെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനും അതുപോലെ നേർച്ച സദ്യ കഴിക്കാനും തിരിച്ചു പോകാനും സുഖമായിട്ട് കഴിഞ്ഞത്. അത് ഈ പറഞ്ഞ നേരത്തെ പലരും സൂചിപ്പിച്ച മാതിരി ഉച്ച കഴിഞ്ഞാണ് ഭയങ്കര തിരക്ക് വരുന്നത്. 2-3 വർഷം മുമ്പ് പോലീസ് അവസാനം ആൾക്കാർ വണ്ടികൾ കടത്തിയോണ്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു, ആ അവസ്ഥയ്ക്ക് വന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ക്യൂ സിസ്റ്റം തന്നെ, ഫുഡ് കഴിക്കുന്നിടത്ത് ക്യൂ സിസ്റ്റം, ഇപ്പോൾ ക്യൂ സിസ്റ്റം ഇല്ല. അവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കാരണം ഒരാൾ പോലും റോഡിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലാവരും പന്തലിൽ കയറുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പന്തൽ കൂടുതലും കൂടി വലുതാക്കിയേക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് ഇപ്പോഴത്തെ അപ്പുറത്ത് 2 ഗേറ്റ് കൂടി വെച്ച് കൊടുത്തേക്കാണ്. കാരണം കുറേ ആളുകൾ ആ ഭാഗത്തുള്ള ആൾക്കാരെ അതിൽ കടത്തി വിടാനായിട്ട്. പിന്നെ 2 സൈഡിൽ നിന്നുള്ള ഇൻ ഔട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ കുറേ ക്രമീകരണം. പിന്നെ പാഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഴ്സൽ സാധാരണ ഇവിടെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ പാഴ്സൽ മൊത്തം മാറ്റി ഒരു 25,000-30,000 പാഴ്സൽ പോകുന്നുണ്ട്. അത് നമ്മൾ നേരെ പള്ളിയുടെ ബാക്കിൽ വലിയ പന്തലിട്ടേക്കാണ്, ഒരു 15,000 സ്ക്വയർ ഫീറ്റ് പള്ളിയുടെ ബാക്കിൽ. അപ്പോൾ അതിൽ കയറി പോകാനായിട്ടുള്ള ഒരു വഴി കൂടി ഉണ്ടാക്കിയേക്കാണ്. അവിടെയും 2 ഗേറ്റ് കൊടുത്തേക്കാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ എല്ലാ അറിയിപ്പ് ബോർഡുകളും കാര്യങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഞാൻ കൃത്യമായിട്ട് പറയണം. കാരണം ഈ തിരുനാളിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഞാൻ ഉള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെയധികം രാവിലെ നമുക്കറിയാം. അവർക്ക് നമ്മൾ അതിന് വേണ്ടി ആൾക്കാരായിട്ടൊക്കെയാണ് വെള്ളം കൊടുക്കാനും ഭക്ഷണം അവിടുന്ന് അവർക്ക് മാറാൻ പറ്റില്ല ആ അവസ്ഥയാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും സഹകരിക്കേണ്ട സഹകരണം ഉണ്ടാവും. പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയുടെ ഭാഗം ഇച്ചിരി ഒരു വഴിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളി തന്നെ MLA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പള്ളിയുടെ സ്ഥലം, ഗ്രൗണ്ടിൻ്റെ സ്ഥലം കുറേ വിട്ടു കൊടുത്തിട്ട് കാന അകത്ത് കയറ്റി പണിയാനായിട്ടൊരു രീതിയിൽ നമ്മൾ ചെയ്തു. അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം പെരുന്നാളിന് മുമ്പ് തീരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അത് MLA ഇടപെടുന്നത് കൊണ്ട് നമുക്ക് കാനപണി കഴിഞ്ഞു. പിന്നെയുള്ള പ്രശ്നം നമുക്ക് പേടി വന്നു വെച്ചാൽ കാനയുടെ ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും ആളുകൾ വരുമ്പോൾ ആ സൈഡിൽ ക്യൂ ഉണ്ട്. എങ്ങാനും ആളുകൾ തിക്കിലെങ്ങാനും മറിഞ്ഞ കാനലിക്ക് ഇവിടെ പ്രശ്നമാണ്. അപ്പോൾ അതനുസരിച്ച് MLA ശ്രദ്ധപ്പെടുത്തി MLA അതിനുമ്പോൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് സ്ലാവിൻ്റെ പിന്നെ ചാക്കോച്ചേട്ടൻ പറഞ്ഞ സ്ലാവ് എന്ന് വെച്ചാൽ അവർ വാർത്തിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ട് എടുത്തിട്ടാൽ മതി. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യം കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ MLA പ്രത്യേകം നന്ദി പറയണം. പ്രത്യേകിച്ച് പള്ളിയുടെ മുമ്പിലുള്ള ഒരു വർക്ക് പ്രത്യേക ഒരു ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ മനോഹരമായി. അപ്പോൾ ഇച്ചിരി പ്രശ്നം ഉണ്ടായ റോഡിൻ്റെ ഭാഗത്തായിരുന്നു. അത് ഞങ്ങൾ പള്ളിയിൽ നിന്ന് തന്നെ കാശ് മുടക്കി അത് ചെയ്തു.
അപ്പം ആ രീതിയിൽ അപ്പം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നാനാജാതി മതസ്ഥർ വരുന്ന. പിന്നെ ഇതിനകത്ത് എടുത്തു പറയുന്നത് ഈ നമ്മൾ കഴിഞ്ഞ വർഷം 25ാം ജൂബിലിയായിട്ട് ഈ തിരുശേഷിപ്പ് പല ജില്ലകളിലും സംസ്ഥാനത്ത് പലത്തും തമിഴ്നാടടക്കം നമ്മൾ പോയിട്ടുണ്ട്. 10,000-ന് മേലെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ജനം ശരിക്കും വരും. അപ്പം ആ രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ നമ്മൾ സാധാരണ അച്ഛൻ പരിസ്ഥിതിയുടെ ഡയറക്ടർ ആയതുകൊണ്ട് ഈ ഫ്ലക്സ് ബോർഡുകൾ കുറേ ഒഴിവാക്കിയതും ഞങ്ങൾ പിന്നെ കമ്മിറ്റി പറഞ്ഞാൽ കുറച്ചെങ്കിലും വെക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു അധികം വെച്ചുള്ള 100ഓളം ബോർഡുകൾ മാത്രം, അത് പ്രധാന പള്ളികൾ, അങ്കമാലി മണ്ഡലത്തിലെ പ്രധാന പള്ളികൾ മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നെ അറിയിപ്പുകൾ ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞാൽ സാർ പറഞ്ഞാൽ ശരിയാണ്. കാരണം ഇനി ഒരു 2-3 വർഷം മുമ്പ് ഒരു മാല പൊട്ടിക്കൽ സംഭവം ഉണ്ടായിരുന്നു, ഒരു വലിയ. പക്ഷെ അതിനുശേഷം നമ്മുടെ SHO നിർദ്ദേശപ്രകാരം ഇങ്ങനൊരു ബോർഡ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ബോർഡ് വെക്കാൻ പോയപ്പോൾ ഒരു തമാശ ഉണ്ടായി. ബോർഡ് വെച്ചുകൊണ്ട് ഇരുന്നപ്പോൾ അതിനകത്ത് സുന്ദരന്മാരൊക്കെ ആ ബോർഡിൽ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കമന്റ് പറഞ്ഞു, അത് കമ്മിറ്റിക്കാരായിരിക്കും, അവരെ ഫോട്ടോ ആയിരിക്കും. സത്യത്തിൽ മാല പറിക്കുന്നവരോ ഫോട്ടോ ആണ്. കാരണം അവരെ കണ്ടാൽ തോന്നില്ല, അത് പറഞ്ഞാലേ കണ്ടാൽ തോന്നില്ല അവരെ. കാരണം അതുപോലെ സുന്ദരന്മാരും മാല പൊട്ടിക്കുന്നത്. അപ്പോൾ ഏതായാലും ആ ബോർഡ് ഞങ്ങൾ വെച്ചേക്കാം. അപ്പോൾ അത് വെച്ചതുകൊണ്ട് കൂടായി ഞാൻ റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ KSRTC സ്റ്റാൻഡിൽ ബോർഡ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ടുണ്ടാവും. വന്ന് ഈ ബോർഡ് കണ്ടുകഴിഞ്ഞപ്പോൾ ഇവരെ ഫോട്ടോ എടുക്കുമ്പോൾ തിരിച്ചു പോയിട്ടോ. അപ്പോൾ ആ രീതിയിൽ ആ വർഷങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് നമുക്ക് ഭംഗിയായിട്ട് ആളുകൾ വരുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. കാരണം ഇതൊരു അറിയാലോ, യുവതാപുരം തിരുനാൾ എന്ന് പറയുമ്പോൾ 26ാമത്തെ വർഷമാണ്. ഒരു ഉത്സവമാണ്, ഈ നാടിൻ്റെ ഉത്സവമാണ്. അപ്പം അതിനകത്ത് ഞാൻ പേരെടുത്ത് പറയാനുള്ള കാരണം പേരെടുത്ത ആരെങ്കിലും പേരിട്ട് വേണ്ടി സദസ്സിലും വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വല്ലം ഫൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ച മുതൽ 26 ഞായറാഴ്ച വരെ. 23 വ്യാഴാഴ്ച പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ്. 24 വെള്ളിയാഴ്ച ഓഹരി നെയ്യപ്പം ചുടൽ. 25 രാവിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ. തുടർന്ന് 9:30 മാർ ആന്റണി കരിയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നു. 4:30 വിശുദ്ധ കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശവിസ്മയവും. 26 ഞായറാഴ്ച രാവിലെ 10 തിരുനാൾ കുർബാന. ശേഷം അങ്ങാടി പ്രദക്ഷിണം. വൈകിട്ട് 4 ആവിലാസ്പർശം, പള്ളി ചുറ്റി പ്രദക്ഷിണം. രാത്രി 8 മെഗാ ഫ്യൂഷൻ. 8-ാം ഇടം 1-2 തീയതികളിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Jacko Jewelers, Angamali.